Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ആണ് നെക്സ്റ്റ് നടക്കാനുള്ളത്. അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നെക്സ്റ്റ് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ ഓരോ പാർട്ടിലുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ വീഡിയോസ് ആണ് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സും അതുപോലെ തന്നെ തിയറി പേപ്പേഴ്സും എൻറ്റയർ സബ്ജക്ട്സ് നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും പറ്റും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ലൈവ് അറ്റൻഡ് ചെയ്യണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും പഠിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിലോട്ടാണ് പോകുന്നത്. 4 SI ചോദ്യത്തിൽ ഒരു തിയറിയും 3 പ്രോബ്ലം ആണ് വരാറ്. സോ അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, 5 സബ്ജക്ട്സും വളരെ ഈസി പേപ്പർ ആയിരുന്നു. അതിനേക്കാൾ മുമ്പുള്ള ഒരു 2 വർഷത്തെ പേപ്പേഴ്സ്, 2-3 വർഷത്തെ പേപ്പറൊക്കെ എടുക്കുന്ന സമയത്ത് 5 പേപ്പറിൽ ഒരു പേപ്പർ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അത് മിക്കതും അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് വരാറ്. ഇപ്രാവശ്യം എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ഒരു ഹിസ്റ്ററി പറഞ്ഞു എന്ന് മാത്രം. സോ അതിൽ 4 SIയിൽ ഒരു തിയറി 3 പ്രോബ്ലം. ആ 3 പ്രോബ്ലത്തിൽ 2 പ്രോബ്ലം വലിയ കുഴപ്പമില്ലാത്തതും ഒരു പ്രോബ്ലം കുറച്ച് ടഫായിട്ടുള്ളതാണ് കണ്ടുവരാറ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു രൂപരേഖ. സോ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു SI ചോദ്യം ആദ്യം തന്നെ മാർജിനൽ കോസ്റ്റിംഗിൽ നിന്നാണ്. മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു പ്രോബ്ലം വന്നിട്ട് SI ആയിട്ട്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയും നോക്കിയിരിക്കണം അതിൻ്റെ, അതുപോലെ തന്നെ പ്രോബ്ലവും നോക്കിയിരിക്കണം. ദെൻ ചില സമയത്ത് ഞാൻ പറഞ്ഞു ഈസി ആയിട്ടുള്ള ഇപ്പോൾ 2 വർഷത്തെ പ്രോഫിറ്റും സെയിൽസും ഒക്കെ തന്നിട്ട് ജസ്റ്റ് ഡീറ്റെയിൽസ് BEPയും അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദ്യവും വരാം. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിലത്തെ തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ പ്രോബ്ലം, അത് 2 ടൈപ്പും, ബേസിക് ടൈപ്പ് പ്രോബ്ലംസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസും നോക്കി വെക്കുക. ബേസിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് നമുക്ക് 2 വർഷത്തെ പ്രോഫിറ്റ്, 2 വർഷത്തെ സെയിൽസ് തന്നിട്ട് BEP, മാർജിൻ ഓഫ് സേഫ്റ്റി, ഇങ്ങനത്തെ പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ, പ്രോഫിറ്റ് പ്ലാനിങ്, അതുപോലെ തന്നെ ഷട്ട് ഡൗൺ ഡിസിഷൻ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം തിയറിയോ പ്രോബ്ലമോ മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്ന് നിർബന്ധമായി ഉണ്ടായിരിക്കും. ഇതാണ് ആദ്യത്തെ കമ്പൽസറി ക്വസ്റ്റ്യൻ. രണ്ടാമത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 2 ചോദ്യങ്ങൾ വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്നാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ തിയറിയും വരാറുണ്ട്, പ്രോബ്ലം വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തിയറിയും വന്നു, പ്രോബ്ലവും വന്നു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന് നമ്മൾ തിയറി നോക്കേണ്ടത് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള തിയറി എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഇൻസ്റ്റലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടിയും നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് അതെന്തെങ്കിലും നോക്കി വെക്കുക. ദെൻ പ്രോബ്ലംസ് ആണ് ഇതിൽ നിന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള. സോ പ്രോബ്ലംസിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് ഏത് വാരിയൻസ് ആണ് ചോദിക്കുക എന്നുള്ളതാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയേണ്ട ആവശ്യമില്ല, മെറ്റീരിയലാണ്. കഴിഞ്ഞ പ്രാവശ്യം മെറ്റീരിയലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മെറ്റീരിയൽ, ദെൻ ലേബർ നോക്കിയിരിക്കണം. ഒരു പ്രാവശ്യം സെയിൽസ് ചോദിച്ചിട്ടുണ്ട്, സെയിൽസ് വാരിയൻസ്. അപ്പോൾ മെറ്റീരിയലും ലേബറാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള. ഒരു പ്രാവശ്യം സെയിൽസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓവർ ഹെഡാണ് ഉള്ളത്,
സോ ഇതിൽ ഏതാണ് ചോദിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറി മാറി ഇടാം. ബട്ട് ഏറ്റവും കൂടുതൽ കണ്ടു എന്നുള്ളത് മെറ്റീരിയലാണ്. ഒരു പ്രാവശ്യം സെയിൽസിന് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓവർ ഹെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ബട്ട് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്നൊരു തിയറി ചോദ്യവും അതുപോലെ തന്നെ പ്രോബ്ലവും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്, ഇപ്രാവശ്യം അതുപോലെ തന്നെ ആവും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ മാറ്റിയിട്ടാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഏതെങ്കിലും ഒരു വാരിയൻസിൻ്റെ ഒരു പ്രോബ്ലം അത് മെറ്റീരിയലിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻസിലോട്ടും വേണമെങ്കിൽ പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ തിയറിയും പഠിക്കുക, പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. സെയിം തന്നെ ഇടാണെങ്കിൽ അങ്ങനെയാവാം, മാറ്റി പിടിക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതിലെ പല മെത്തേഡിലെ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് 2 പ്രോജക്റ്റ് ഡീറ്റെയിൽസ് തന്നിട്ട് ഏതാണ് ബെസ്റ്റ് പ്രോജക്റ്റ് എന്നുള്ളത് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പിന്നെ നമുക്ക് കണ്ടുവന്നിട്ടുള്ള ആ ചാപ്റ്റർ എന്താണ്, ടെക്നിക്സ്. അത് തിയറി ആയിട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കുക കേട്ടോ. ബട്ട് പ്രോബ്ലമാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ടെക്നിക്സ് ഫോർ, ഒരു പ്രാവശ്യം തിയറി ചോദിച്ചിട്ടുണ്ട്, ഫോർ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് തിയറി ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്, മോഡേൺ മെത്തേഡും ഉണ്ട്. ഈ 2 മെത്തേഡിലെയും കൂടിയിട്ടുള്ള തിയറി, ഓരോ മെത്തേഡുകൾ എന്താണ്. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത് റിസ്ക് അഡ്ജസ്റ്റഡ് ഉണ്ട്, പിന്നെ സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് ഉണ്ട്. മോഡേൺ മെത്തേഡിലോട്ട് വരുന്ന സമയത്ത് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്, സെൻസിറ്റിവിറ്റി, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, സിമുലേഷൻ, അതുപോലെ തന്നെ ഡിസിഷൻ ട്രീ, ഇങ്ങനെ പല മെത്തേഡുകളുണ്ട്. അത് തിയറി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ, തിയറി ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ തിയറി ഈ മെത്തേഡുകൾ ചോദിച്ചാലുള്ളത് എഴുതണം. അതുപോലെ തന്നെ പ്രോബ്ലത്തിൽ കൂടുതൽ ചോദിക്കുന്ന രീതി ഞാൻ പറഞ്ഞു, നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട്. ഇപ്പോൾ 2 പ്രോജക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ 2 പ്രോജക്റ്റ് ഡീറ്റെയിൽസിൽ ബെസ്റ്റ് വൺ നമുക്ക് ഏതാന്നുള്ളത് ഈ പറയുന്ന മെത്തേഡുകൾ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ്. 2 പ്രോജക്റ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അഡ്വൈസ് ചെയ്യണമെന്ന് പറയാം. പ്രോജക്റ്റ് ഡീറ്റെയിൽസ് അതിൽ ചില സമയം ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് മോഡേൺ മെത്തേഡ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ മെത്തേഡ്സിലുള്ളതാണ് ഡിസിഷൻ ട്രീ. അതുപോലെ തന്നെ മോഡേൺ മെത്തേഡിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് ഉണ്ട്. ദെൻ ഒരു പ്രാവശ്യം ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെർട്ടനിറ്റി ഈക്വലന്റ് ട്രഡീഷണലും ചോദിക്കാം, മോഡേണും. ഇത് 2ൻ്റെയും പ്രോബ്ലം നിങ്ങൾ നോക്കിയിരിക്കണം. ഒരു പ്രാവശ്യം ഡിസിഷൻ ട്രീ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ദെൻ അതല്ലെങ്കിൽ ഈ പറഞ്ഞ റിസ്ക് അഡ്ജസ്റ്റഡോ സെർട്ടനിറ്റിയോ, ഞാൻ എല്ലാ മെത്തേഡുകളും എഴുതുന്നില്ല. റിസ്ക് അഡ്ജസ്റ്റഡ് ഉണ്ട്. റിസ്ക് അഡ്ജസ്റ്റഡ് നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിരിക്കും. എന്തായാലും ചോദ്യത്തിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. 2 പ്രോജക്റ്റ് ഡീറ്റെയിൽസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും തന്നിട്ട് ബെസ്റ്റ് പ്രോജക്റ്റ് എന്താണെന്നുള്ളത് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. അതിന് ഏത് മെത്തേഡാണ് എന്നുള്ളത് നമുക്ക് മോഡേണോ ആവാം ട്രഡീഷണലോ ആവാം അപ്ലൈ ചെയ്യാനുള്ളത്. ഒരു പ്രാവശ്യം ഇതിൻ്റെ തിയറിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3മാണ് എസ്സേക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വന്നിട്ടുള്ള ടോപ്പിക്സ്. മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിങ്ങിലത്തെ തിയറിയോ പ്രോബ്ലമോ. ഓക്കെ, ഇനി ഒരെണ്ണം തരാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, അതിന് ഇതുവരെയായിട്ട് എസ്സേ ചോദിച്ചിട്ടില്ല തിയറി ആയിട്ട്. ബട്ട് ഇപ്പം നിങ്ങളുടെ അടുത്ത് സ്നേഹം കൂടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എസ്സേ ഇട്ട് കഴിഞ്ഞാലോ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ടെക്നിക്സ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ് അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത് അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങളുടെ ഭാഗ്യം. ഓക്കെ, അഡ്വാൻറ്റേജസ് നീഡ് അതൊന്ന് നോക്കി വയ്ക്കാം ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്.
പിന്നെ നമുക്ക് SIക്ക് എന്ന് പറയുന്നത് ന്യൂ ടെക്നിക്കുകളാണ്. അത് ഞാൻ കൂടുതൽ പാർട്ട് ബിയിലും പാർട്ട് എയിലൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. SIക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ന്യൂ ടെക്നിക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ന്യൂ ഹൊറിസോൺസ്, KPI, അതിനായിട്ട് മുമ്പ് പെർഫോമൻസ് മെഷർമെൻ്റ് ഉണ്ട്. അതാണ് മറ്റൊരു ടോപ്പിക്ക്. ഞാനത് പാർട്ട് ബിയിലാണ് പ്രതീക്ഷിക്കുന്നത്. പെർഫോമൻസ് മെഷർമെൻറ്റ് അതിൽ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ അതിൽ ഈ പറയുന്ന KPI ഒക്കെ ഒരു പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു അഡീഷണൽ സജഷൻസ് എന്നുള്ളത് ഒരു പ്രാവശ്യം കണ്ടുവന്നുള്ള പെർഫോമൻസ് മെഷർമെൻറ്റിൻ്റെയാണ്, ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും. അതിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ സെപ്പറേറ്റ് ഈ പറയുന്ന പാർട്ട് ബിയിലാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ. ഫിനാൻഷ്യലും എന്തെങ്കിലും പഠിക്കേണ്ടതാണ് ആൻഡ് നോൺ ഫിനാൻഷ്യലും. ഓക്കെ, അതിൽ KPI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്ന SI ടോപ്പിക്കുകളുടെ സജഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ആദ്യത്തെ 3 എണ്ണമാണ് നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ്, അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം, തിയറി, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ തിയറി പ്രോബ്ലം, മെറ്റീരിയൽ ലേബർ, സെയിൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, അതിലെ പ്രോബ്ലം തിയറി നോക്കണം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ്, പെർഫോമൻസ് മെഷർമെൻറ്റ്, അതിൻ്റെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. KPI എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് സിയിലുള്ള ചോദ്യങ്ങൾ. നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന പാർട്ട് A ചോദ്യങ്ങളും പാർട്ട് B ചോദ്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇത് ഇന്ന് 9:30 എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ലൈവും ഉണ്ടായിരിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.